ദൈവത്തിന് സ്തോത്രം. ഒരു വില്ലേജിൽ പകൽക്കാലം ദിവസം കടന്ന ദൈവം സഹായിച്ചല്ലോ. കാരണം ഇവരെ ഈശ്വരനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരെയും വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ഇന്ന് നിങ്ങളെ മതി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്രൈസ്റ്റ് ഇൻ യു, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു ഇതിന് ആധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. മത്തായി, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം? എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ആമേൻ. ഈ ഒരു ഭാഗത്ത് നമ്മൾ പലപ്പോഴും സംസാരിച്ചുള്ളതാണ്. ഒത്തിരി എനിക്ക് തോന്നുന്നു ഒത്തിരി എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ച ഭാഗമാണ്. ഞാൻ അതിൻ്റെ അതിൽ ടച്ച് ചെയ്ത ഒരു ഭാഗത്തെ മാത്രം ഞാൻ കേന്ദ്രീകരിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ പറയാം നിങ്ങളാണ് ഈ കമ്പനിയിലെ മെയിൻ ആളെന്ന് പറയാൻ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ഞാൻ ഇല്ലാണ്ട് നമ്മുടെ ചർച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നിങ്ങളാണ് മെയിൻ ആളെന്ന് പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാവെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ ഭൂമിയുടെ നമ്മൾ ഉപ്പാണ്. പക്ഷേ അത് അങ്ങനെ പറഞ്ഞു നിൽക്കല്ലേ. അതിന് താഴെയും കൂടി ഒരു കാര്യം കൊടുത്തു. എന്താ പറഞ്ഞേ? ഉപ്പിന് എന്തുണ്ടാവണം? ഈ കാരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ കാര്യം വെച്ചത് എന്തോ സംഭവം എന്ന്. കാരണം പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ഉപ്പെന്ന് തന്നെ പറയാം. ഉപ്പിൽ എന്തുണ്ടായിരിക്കണം? ഉപ്പിൽ ഉപ്പുണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇത് എന്തായിത്തീരുള്ളൂ? ഭൂമിക്ക് പ്രയോജനമാകത്തുള്ളൂ അല്ലേ? അപ്പോൾ ഉപ്പിൽ ഉപ്പ് നഷ്ടപ്പെട്ട എന്ത് സംഭവിക്കും? എന്താ ചെയ്യുക? അതിന് അവിടെ പറയണ്ടല്ലോ, എന്താ പറഞ്ഞേ? മനുഷ്യർ ചവിട്ടി കളയുന്നത്. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഞാൻ നോക്കുവാണെങ്കിൽ എന്തുണ്ടായിരിക്കണം? ക്രിസ്ത്യാനിയിൽ ക്രിസ്തു ഉണ്ടാവണം. ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി എന്ത് ചെയ്യും? മനുഷ്യരിങ്ങനെ ചവിട്ടി. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ പറയില്ലേ, പണ്ട് കാലത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, തീക്ഷണമുള്ളവരായിരുന്നു. അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അവരെ ബഹുമാനിക്കും. കള്ളം പറയില്ല എന്ന് പറയും. ഇപ്പോൾ സംഭവിച്ചപ്പോൾ എന്ത് ചെയ്തു? ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞ് നിന്നപ്പോൾ ഇപ്പം അങ്ങനെ അത്ര കുറവ് വന്ന. ഈ കുറവ് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ഉപ്പിലെ ഉപ്പ് കുറഞ്ഞതാ. ആമേൻ. അപ്പോൾ ഉപ്പിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കണം? ഉപ്പുണ്ടായിരിക്കണം. എന്ന പോലെ നമ്മളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? നമ്മളൊരു ക്രിസ്തു ഉണ്ടാവണം. ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി എന്തായി മാറും? അതൊരു പുറംചട്ടയിൽ മാത്രം ഒതുങ്ങുന്നതായി മാറുവാനിടയായിത്തീരും. അപ്പോൾ പേര് കൊണ്ടൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളാണ്, പാരമ്പര്യം കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ്. അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികളെന്ന് പറയാൻ ഒത്തിരി പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പ സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ സമയത്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ പഠിക്കുന്ന സമയങ്ങളൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് പറയാൻ ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നത് നമ്മൾ മറ്റൊരേക്കാൾ എന്തൊരു പ്രത്യേകത ഉള്ളവരാണ്, അല്ലെങ്കിൽ അവരെക്കാളും സ്പെഷ്യൽ ആൾക്കാരാണെന്നുള്ളത് അത് ഭയങ്കര അഭിമാനത്തോടെ ആൾക്കാർ കളിയാക്കിയായിരുന്ന സമയത്ത്. എന്നിരുന്നാലും നമ്മൾ ധൈര്യത്തോടെ പറയായിരുന്നു. അപ്പോൾ പേര് കൊണ്ടും പാരമ്പര്യം കൊണ്ടും നമ്മൾ യേശുവിനെ അറിഞ്ഞു വന്ന സമയം കൊണ്ടൊക്കെ നമുക്ക് ഒത്തിരി കഥ പറയാനുണ്ട്. പക്ഷേ എന്ത് നഷ്ടപ്പെട്ടു തുടങ്ങി? ഉപ്പ് നഷ്ടപ്പെട്ടു തുടങ്ങി. ആമേൻ. അപ്പോൾ ഈ പുറമേ കാണുന്നതല്ല, ഇതിൻ്റെ അകത്ത് വരണമെന്നുള്ളതാണ്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു മർമ്മമായിരുന്നു, മറഞ്ഞു കിടന്നൊരു സംഭവമായിരുന്നു. എന്ത്? നമ്മൾ പഴയ നിയമകാലത്തൊക്കെ നോക്കുവാണെങ്കിൽ കൂടെ വസിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയും. പക്ഷെ അകത്ത് വരിക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതൊരു മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു. അപ്പോൾ തന്നെ പൗലോസ് ഇത് പറഞ്ഞ് കാണാൻ കഴിയും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യം വായിച്ചു. കൊലോസ്യർ 1-ാം അധ്യായം 26-27. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതരം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. നോക്കിയാൽ ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നമ്മുടെ വീട്ടിലിരിക്കുന്നുള്ളതല്ല, ചുമരിലിരിക്കുന്നു എന്നുള്ളതല്ല, എൻ്റെ കുടുംബത്തില് പാപ്പൻ്റെ ഇരുന്നു എന്നുള്ളതല്ല, നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ? ഈ ഒരു മർമ്മം മറഞ്ഞു കിടന്നായിരുന്നു
ഇതെന്ത് ചെയ്തു നമുക്ക് വെളിപ്പെട്ട് തന്നിരിക്കുക. അപ്പോൾ ഈ ക്രിസ്ത്യാനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പലതും പലർക്കും പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ ഏറ്റവും വലിയ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു പ്രത്യേകത എന്താ? ക്രിസ്തു അകത്തുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെ ആയിത്തീർന്നാലും, ജോലിയിലായാലും, നമ്മൾ നാട്ടിലായാലും, വീട്ടിലായാലും, കാട്ടിലായാലും, എവിടെയായാലും നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒറ്റ ഘടകമുള്ളൂ. എന്താ? അകത്ത് ക്രിസ്തു ഉണ്ടെന്നുള്ളതാ. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കുമ്പോൾ എന്താ? അവർ യേശുവിനെ അറിയാത്ത ഒരു സമൂഹത്തിൽ നിന്ന് നമ്മെ വ്യത്യസ്തമാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്താ? ക്രിസ്തു അകത്തുള്ളവരാണെന്നുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് ചില നിലപാടുകളിലൊക്കെ മാറ്റം വരാൻ കഴിയുന്നത്, അല്ലേ? ചില ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നത്, ചിലത് അവർക്ക് സഹായമായി തീരുന്നത്, അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനം ഉണ്ടായി തീരാൻ കാരണം എന്താ? ക്രിസ്തു അകത്തുള്ളതുകൊണ്ടാണ്. എപ്പോൾ മുതൽ ഈ അകത്ത് ക്രിസ്തു മാറ്റപ്പെട്ടോ അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നേരത്തെ പറഞ്ഞ ഉപ്പിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയേരുവാണ്. നമ്മൾ പാട്ടിലൂടെ പലതും പാടാറുണ്ടല്ലേ? യേശുവിൻ ഉള്ളത്തിൽ വന്ന നാളിൽ അല്ലേ, ഭയങ്കര സന്തോഷമല്ലേ, എന്ത് ബോധം വന്നു എന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ട് പാടാം, അല്ലേ? നമ്മൾ ആലോചിക്കുക, യേശു ക്രിസ്തു നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത്, നമ്മുടെ അകത്ത് വന്ന സമയത്ത് നമുക്കുണ്ടായ സന്തോഷം, പ്രൈസ് ദി ലോർഡ്, ആ ഒരു അനുഭവം, ആ ഒരു ഉത്സാഹം, അല്ലേ? അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അകത്ത് ഉണ്ടാവുന്നതാണ്. അകത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:23 നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിനും തന്നെ. അപ്പൊ പറയാ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിനെ ഞാൻ അവരിലും. യേശുസ് പറയാം, ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ അവരിലും. നമ്മളുടെ അകത്ത് നിറയുന്ന ഒന്നാണ്, നമ്മളിലേക്ക് വരുന്ന, നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ് എന്ത് ചെയ്തു ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ക്രിസ്തു എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലേക്ക് വരണം. പണ്ട് കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 25:8 നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയും, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അപ്പോൾ ഈ പാളയത്തിൽ ഈ സമാപന കൂടാരൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ്. അവരെ കൂടെ ആ പാളയത്തിൽ എന്ത് ചെയ്യും? അവരെ നടുവിൽ വസിപ്പാൻ, അവരെ നടുവിലൊരു പെട്ടകം, ഒരു ആലയം ഉണ്ടാക്കി, സമാപന കൂടാരം ഉണ്ടാക്കി ദൈവത്തിലേക്ക് ഇറങ്ങി വരുവാനായിരുന്നു. അത് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ദൈവം നമ്മുടെ അകത്ത് വന്ന് വസിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു എന്ന് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യരിൽ 3:16 ഇങ്ങനെ പറയാം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ എന്ന് പറയാനുള്ള കാരണം അങ്ങനെയാണ്. അപ്പോൾ ഇതെങ്ങനെയാ നമുക്ക് സാധ്യമായി തീർന്നേ? എങ്ങനെയാ നമുക്ക് ക്രിസ്തു നമ്മുടെ അകത്ത് വരാൻ കാരണം? നമ്മുടെ വിശ്വാസമല്ല. റോമർക്ക് എഴുതിയ 8-ാം അധ്യായം 9-ാം വാക്യം വെച്ചേ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയും ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നോക്കിയേ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ എന്ത് സ്വഭാവമുള്ളവരല്ല? ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഒരു വാക്യം വാക്യം എഫേസ്യർ 3:17 വാക്യം. അവൻ തന്റെ മഹത്വത്തിന്റെ എഫേസ്യർ 3:17 വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാന മതി. നോക്കിയേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. അപ്പൊ എങ്ങനെയാ ക്രിസ്തു എങ്ങനെയാ നമ്മുടെ അകത്ത് വന്നേ? ഒറ്റ കാര്യമുള്ള വിശ്വാസമല്ല. ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ക്രിസ്തു നമ്മുടെ അകത്ത് കടന്നു വന്നു, നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിലായി തീരുവാനായി തീർന്നു. ഇനി ഒരു വാക്യം കൂടി വായിച്ച ഗലാത്യർ 2:20 വാക്യം വായിച്ചേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസതലത്തിലേ ജീവിക്കുന്നത്. നോക്കിയേ, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ചെറിയ ലഘുമായ ഒരു വിവരണം കേട്ടോ. ഒന്ന്, നമ്മൾ വിശ്വാസത്താൽ എന്ത് ചെയ്തു? ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വസിച്ചു. ഇനി ഞാൻ പറയുകയാണ്, ഇനി ഞാൻ ജീവിക്കുന്നത് എന്തല്ല, ഞാനല്ല, ക്രിസ്തു എത്ര എന്നിൽ. കാരണം എന്നിൽ ആര് കടന്നു വന്നു? ക്രിസ്തു കടന്നു വന്നു. ഞാൻ എന്നിൽ ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൽ ആണ് ജീവിക്കുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ക്രിസ്തു നമ്മുടെ അകത്തുണ്ടോ, നമ്മുടെ അകത്ത് എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള സംവിധാനം വല്ലതും ഉണ്ടോ? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്?
നമുക്കറിയാൻ പറ്റും, വളരെ എളുപ്പമല്ലേ. ഇപ്പോൾ 2 കൊരിന്ത്യർ 13:5 വായിച്ചേ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കും, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. വായിച്ചോളൂ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ല. മതിയെ നോക്കിയേ. അപ്പോൾ യേശു ക്രിസ്തു, അതായത് ക്രിസ്ത്യൻസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കണേ? ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ. നമ്മൾ മറ്റുള്ളവരൊക്കെ പരീക്ഷിക്കാൻ ഭയങ്കര മിടുക്കന്മാരല്ലേ? പക്ഷെ നമ്മളോടൊന്ന് പരീക്ഷിച്ച് നോക്കുക, നമ്മുടെ ഉള്ളിൽ ആരുണ്ടോ? ക്രിസ്തു ഉണ്ടോ? പിന്നെ പറയാം, പിന്നെ പറയണേ, നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്കാൻ എന്തുണ്ടോന്ന്. എനിക്ക് തോന്നുന്നത് ഈ പരീക്ഷിക്കാനും ശോധന ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒറ്റയിരിപ്പിൽ നമ്മൾ പലർക്കും പറയാൻ പറ്റും ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി എന്താണെന്നുള്ളത്, അല്ലേ? ഇല്ലേ? അതെന്താ അങ്ങനെ? നമുക്ക് എല്ലാവരും ക്രിസ്തു ഉള്ളതല്ലേ, എന്താ അങ്ങനെ പറയണേ? അല്ലേ? അതെങ്ങനെ എന്താ പറയണമെന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ 10:4 മുതലുള്ള വാക്യം വായിച്ചു, 4-5 വാക്യങ്ങൾ വായിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചുകൊണ്ട് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. അത് മതി, എത്ര മതി. നോക്കിയേ, അപ്പൊ ഇതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്ന അറിയോ? നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ നോക്കി മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ആയുധങ്ങൾ നോക്കിയാൽ അകത്ത് ആരുള്ളതെന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളാണ്. പ്രശ്നം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത്, ഇപ്പൊ യുദ്ധം കടന്നു വരുമ്പോൾ എന്താ ചെയ്യുന്നവരൊക്കെ, ആർമിയുള്ളവരൊക്കെ അവരെ വെപ്പൺസ് എടുക്കില്ലേ? പണ്ട് കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ അനിൽ കൊടുത്തോടും ഭാഷ പ്രസംഗിച്ചൊരു പ്രസംഗം ഞാൻ കേട്ടു. അതിനകത്ത് പണ്ട് കാലത്ത് ഈ സായിപ്പ്മാര് നമ്മളെ ആക്രമിക്കാൻ കടന്നു വന്നപ്പോൾ ഇവർക്ക് തോക്കും ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു, ആദ്യം അവർ മുഹൂർത്തം നോക്കി, എന്നിട്ട് പറഞ്ഞു വലത്തോട്ട് വെച്ച് ഇടത്തോട്ട് വെച്ച് ബാക്ക് തിരിഞ്ഞ് എന്നൊക്കെ പറയുമ്പോഴേക്കും അവരവിടെ നിന്ന് വെച്ചോളം മറഞ്ഞു വരി. അപ്പോഴേക്ക് കാര്യം തീർന്നു, എല്ലാം പിടിച്ചിറക്കി എന്ന് പറഞ്ഞാണ് പണ്ട് കാലത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ പ്രശ്നം വരുമ്പോൾ നമ്മളുടെ ആയുധങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. പല ആയുധങ്ങളുണ്ട്. ആയുധം ചെറുതും നോക്കി വെക്കും, അല്ലെങ്കിൽ അടുത്ത് സ്ട്രോങ് എടുക്കും. എങ്ങനെ കൊടുത്താൽ അവർക്ക് കേൾക്കും എന്നുള്ളതിൽ എവിടെ പിടിച്ചാൽ കിട്ടുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? അങ്ങനെ നമ്മൾ അടുത്തടുത്ത വെപ്പൺസിന് എടുത്തുകൊണ്ടിരിക്കുക. പുതിയ പരീക്ഷണങ്ങൾ ഇപ്പൊക്കെ AI ആയതുകൊണ്ട് എവിടുന്ന എങ്ങനെ വരണമെന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ പോരിന്റെ ആയുധങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും എന്താ അകത്ത് ആരുള്ളത്. ഇവിടെ പറയാം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, പക്ഷെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളത് തന്നെയാണ്. ഞങ്ങൾ ജഡീയങ്ങളായി വെച്ചല്ല കോട്ട ഇടിക്കുന്നേ. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ വരുന്ന കോട്ടകൾ, എന്തുകൊണ്ടാണ് കോട്ട വരുന്നത്? ഒരു തടസ്സം, പ്രതിസന്ധി, പ്രതികൂലം, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ ഒരു കടന്നു പോകാൻ കഴിയാത്തൊരു കടക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതിനിടിക്കാൻ തന്നെ ശക്തിയുള്ള സാധനം എവിടെയുണ്ടെന്ന് ഞങ്ങളുണ്ട്. അപ്പോൾ അവയെ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനം വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും, സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനം വിരോധമായി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരുന്ന എല്ലാ ഉയർച്ചയും എന്ത് ചെയ്യും? ഇടിയോടിടിയാണ്. എന്ത് ചെയ്യുന്നേ? ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കി. ഇത് നോക്കിയേ, ഒന്ന് നമ്മുടെ ഉള്ളിൽ പൊന്തുന്നതിനെ ഇടിച്ചു കളയുന്നു, 2 അതിനെ പിടിച്ചടക്കുന്നു. മനസ്സിലായോ? ഇത് നമുക്ക് ഇടിച്ച് വിചാരം വരുമ്പോൾ തന്നെ നമ്മൾ അറിയുന്നില്ല ഇത് എന്തിനു വരുന്ന വിചാരമാണെന്ന് പോലും. എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവണം നമുക്ക് ഇത് ഇന്നതിന് വേണ്ടിയായിരുന്നു എന്ന്. അതും ചിലപ്പോൾ മനസ്സിലാവാറില്ല. അപ്പൊ അതിന് ആ മതിൽ ഇടിച്ചു കളയാനും പറ്റാറില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പിടിച്ചടക്കാന്ന്. പിടിച്ചടക്കുമ്പോഴേക്കും എല്ലാം തീരുമാനമാണോ, അല്ലേ? നമ്മളോട് പിടിച്ച് അവിടെ പോയിണ്ടാവും, സത്യം പറഞ്ഞല്ലേ. അപ്പൊ ഇപ്പൊ നോക്കിയേ, നമ്മുടെ അകത്ത് ആരുണ്ട്? നമ്മുടെ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ. നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ എന്തൊക്കെ ആയുധം എടുക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാൻ പറ്റും. നമ്മളിൻ്റെ ഉള്ളിൽ ആരുണ്ട്? നമ്മൾ ജഡത്തെയാണോ ആയുധമാക്കുന്നത്, ആത്മീയമായാണോ ആയുധമാക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ചിന്തയിൽ കടന്നു പോകണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന് വായിച്ചിട്ട്. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക. ആമേൻ. ഈ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചാണ്. എന്നാൽ ഞാൻ ഇത് പറയാം. നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? ഉപ്പിനകത്ത്
ഉപ്പിനകത്ത് ഉപ്പുണ്ടാവണം അല്ലേ എന്നുള്ള നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയ സഭയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് കുറേ കരുണയുള്ളവരാണ്, മനസ്സലിവുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. മാത്രമല്ല പൗലോസ് പറഞ്ഞാൽ കാണാൻ കഴിയും, പൗലോസിന്റെ കഷ്ടതയിൽ സാമ്പത്തികമായി സഹായം ചെയ്തവരാ, അല്ലാണ്ടും വായിച്ചവരാ. അപ്പം ഒത്തിരി ക്വാളിറ്റികൾ പൗലോസ് എടുത്ത് പറഞ്ഞ ഒരു കൂട്ടരാ. പക്ഷെ അവരെടുത്ത് പൗലോസ് പറയാം, 2-ാം വാക്യം തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൽ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രയും മനസ്സിലും ഉണ്ടെങ്കിൽ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഇതൊന്നും അവർക്ക് ഇല്ല എന്നുള്ള. പക്ഷെ ഇതില്ല എന്ന അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉപ്പാണെങ്കിൽ എന്തുണ്ടാവണം, ഉപ്പുണ്ടാവണം എന്ന് പറഞ്ഞ പോലെ നിങ്ങളിലേക്ക് ഈ പ്രബോധനവും ആശ്വാസവും ആർദ്രതയും മനസ്സരും ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞു, അതും കൂടി ഉണ്ടാവണമെന്ന്, അകത്ത് വേണം. എന്താ അകത്ത് വേണേ എടുത്ത് കാണിക്കുന്നത്? എന്താ? ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് അപ്പോൾ അവർക്ക് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അകത്ത് ക്രിസ്തു വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഏകഭാവം കടന്നു വരും, ഏക മനസ്സ് കടന്നു വരും. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കുമെന്ന് പൗലോസ് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ക്രിസ്ത്യാനിയാണെങ്കിൽ എന്തുണ്ടായിരിക്കണം? ക്രിസ്തു എന്നാവണം. നിങ്ങൾക്ക് മനസ്സിലൊക്കെ ഉള്ളവരാ, പക്ഷെ നിങ്ങൾക്ക് എന്തിനു കുറവ് വന്നോ, എന്ത് കുറവുണ്ട്, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. എന്ത് കറക്റ്റ് ചെയ്യണം? നിങ്ങൾ ഏകഭാവമുള്ളവരായി തീരണം, ഏക മനസ്സുള്ളവരായി. ഇത് എങ്ങനെയേ കഴിയുള്ളൂ? ക്രിസ്തു അകത്തുണ്ടെങ്കിലേ ഏക മനസ്സാവത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ വ്യത്യസ്ത മനസ്സുകളായി മാറുവാനിടയായി തരും. അപ്പോൾ അവർ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാര്യം നമ്മൾ എടുത്ത് കാണിക്കുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് ഏകഭാവവും ഏക മനസ്സൊക്കെ പോകാൻ കാരണം? അടുത്ത വാക്യത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഒന്ന് വായിച്ചോട്ടെ, 3-4 വാക്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. അപ്പൊ നോക്കിയേ, ഇവരുടെ ഏകഭാവവും ഏക മനസ്സും ഐക്യമദ്യം ഏക സ്നേഹമൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശാഠ്യം. കഴിഞ്ഞ ദിവസം അനീഷ് ഞങ്ങൾ അതിനെക്കുറിച്ച് വിവരിക്കാനായി തീർന്നു. അതായത് അഭിലാഷം അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യം എന്നൊക്കെയാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നത്. അപ്പം ഒരു സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടി. പിന്നെ ദുരഭിമാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു അറിയോ? ദുരഭിമാനം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു അഭിമാനമാണ്. അതൊന്നും ഇല്ല, എന്നാലും നമുക്ക് നമ്മൾ ആരൊക്കെയാണെന്നുള്ളൊരു അഭിമാനം നമുക്ക് തന്നെ തോന്നുക. അതാണ് ദുരഭിമാനം. അപ്പോൾ ഈ ദുരഭിമാനവും ഈ സ്വാർത്ഥ ലക്ഷ്യങ്ങളാണ് എന്ത് സംഭവിച്ചേ? ഐക്യത നഷ്ടപ്പെടാൻ കാരണമായി തീർന്നേ, സ്നേഹം നഷ്ടപ്പെടാൻ കാരണമായി തീർന്നേ, ഏക മനസ്സ് ഉള്ളവരായി തീരാൻ കാരണമായി തീർന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദുരഭിമാനവും, അതായത് ഞാൻ താഴേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വിട്ട് കഴിഞ്ഞ് എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുന്നുണ്ട്. അടുത്ത വാക്യം വായിച്ച 5-ാം വാക്യം. അപ്പൊ നോക്കി, ക്രിസ്തു യേശുവിലുള്ള ഭാവം ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ഈ ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് എന്നൊക്കെ. ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ മൈൻഡുള്ളവരായി തീരുക അല്ലെങ്കിൽ മനസ്സുള്ളവരായി തീരുക എന്നൊക്കെയാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ പൗലോസ് പറയുക, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഐക്യത്തിനുണ്ടാവണം. ഇനി താഴെ പറയാം, നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നിങ്ങൾ മാറണം. ക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ഭാവം, മനസ്സ് നമ്മൾ ദൈവാസനം 2 ആഴ്ച മുന്നേ അതിനെക്കുറിച്ച് സംസാരിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മളിപ്പോൾ നിർത്തി യേശു ക്രിസ്തുവിന്റെ ഭാവത്തെക്കുറിച്ച്, മനസ്സിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. അതിൽ 1-2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു വിധവയായ സ്ത്രീ എത്ര കാശ് കിട്ടു? 2 കാശ് കിട്ടുന്ന സംഭവമാണ്. ആ സ്ഥലത്ത് ഒത്തിരി പേര് പൈസ ഇട്ടുണ്ട് അല്ലേ? ഒത്തിരി വലിയ എമൗണ്ട് ഇട്ടുണ്ട്. പക്ഷേ ക്രിസ്തു ആരുടെ പൈസയും കൂടി കാണാൻ കഴിഞ്ഞു? 2 കാശും കൂടി കാണാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, അതെങ്ങനെയാണ് അവൾ ഇട്ടേന്നുള്ളതും അതാണ് അവിടുത്തെ പ്രത്യേകത. മറ്റുള്ളവരെ കുറച്ച് കാണിക്കുകയല്ല ചെയ്തേ, അല്ലെങ്കിൽ അവരെ വേണ്ടെന്ന് പറയല്ലേ ചെയ്തേ. പക്ഷേ യേശുവിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? ആ 2 കാശ് ഇട്ടാൽ നമ്മുടെ മുന്നിൽ വില കൊടുക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ വലിയവരായിരിക്കും ഒരു പക്ഷേ പൊതുസമൂഹം കാണാം. വലിയ എമൗണ്ട് ഇടുന്നവരെയൊക്കെ എപ്പോഴും ആൾക്കാരുടെ മുന്നിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യാം. പക്ഷേ ഏറ്റവും കുറവിട്ട അല്ലെങ്കിൽ അവരെ നിന്ന് കുറവിട്ട ഒരാളെ പലപ്പോഴും കാണാൻ കഴിയില്ല. പക്ഷേ യേശുവിൻ്റെ ഭാവം നോക്കി ആ കുറവിട്ട ആളെ എന്ത് ചെയ്തു? കാണാൻ കഴിഞ്ഞു. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂദാസിനെ കുറിച്ചാണ്. യൂദാസിനെ കുറിച്ച് ഒത്തിരി നമ്മൾ സംസാരിച്ചിട്ടില്ല. തന്നെ ഒറ്റ കൊടുക്കുമെന്നറിയാം,
തൻ്റെ കൂടെ നിന്നിട്ട് വേറെ ആളെ കൂട്ടത്തിൽ പോകണമെന്ന് അറിയാം. അവരെ കൂടി കാര്യങ്ങളുടെ ഇടപാട് പറയുമ്പോൾ ഇവിടെയുണ്ട്, ശിഷ്യനാണ്, പക്ഷെ അപ്പുറത്താണ് ഇടപാട് അല്ലേ? ഇതൊക്കെ ഉണ്ട് യൂദാസിന്. തൻ്റെ എല്ലാ അനുകൂല്യങ്ങളും പറ്റിയ ആളാണ് യൂദാസ്. എന്നിട്ടും തന്നെ ഒറ്റ കൊടുക്കുമെന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു യൂദാസിനെ? ക്രിസ്തുവിൻ്റെ ഭാവമാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് കണ്ടോ? ഇതാണ് ക്രിസ്തുവിൻ്റെ ഭാവം. 2, ഒരു ആള് ദാവീദ് പുത്രനാ പോണേ, യേശു ക്രിസ്തു പോണേന്ന് മനസ്സിലാക്കിയിട്ട് കണ്ണ് കാണാത്ത ആളുടെ ആവശ്യത്തിന് വേണ്ടി നിലവിളിക്കുക. നിലവിളിക്കുമ്പോൾ കൂടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ യേശു എന്ത് ചെയ്യായിരുന്നു? ആ വഴിക്ക് പോകായിരുന്നു അല്ലേ? പക്ഷേ യേശുവിനെ പോയില്ല. എന്ത് ചെയ്തു? തിരിഞ്ഞു, അവനെ വിളിച്ചു. അവൻ നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവന് ചെയ്തു കൊടുത്തു. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലുണ്ടായിരിക്കട്ടെ. എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ഭാഗം കൂടി ആ യേശുക്രിസ്തുവിൻ്റെ ഭാവത്തെക്കുറിച്ച് പറഞ്ഞ് ആഗ്രഹിക്കുന്നു. എന്ന് പറയുകയാണെങ്കിൽ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിൽ 36 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ 36-ാമത്തെ വാക്യം മാത്രമുള്ള ഒരു വാക്യം. മതി. ഇവിടെ ഇതൊരു ഒരു സംഭവ കഥയാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. അതായത് യേശു ഒരു റബി ആയിട്ട് പെട്ടെന്ന് വന്നു, അത്ഭുതം ചെയ്യുന്നു, അതിശയം ചെയ്യുന്നു. ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ സിനിമ ഒരു വൈറൽ ക്യാരക്ടറാണ് ആ സമൂഹത്തിൽ. നമ്മൾ പറയില്ല, ഭയങ്കര ഫേമസ് ആയി നിൽക്കുക, ഒരു സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ? യേശുവും കുറേ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പരീക്ഷന് ഒരു ആഗ്രഹം തോന്നി. എന്താ തോന്നിയേ? അതാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ ക്ഷണിച്ചു. അപ്പോൾ യേശു എന്ത് ചെയ്തു? പരീക്ഷനെ വീട്ടിൽ ചെന്നു. ഈ പരീക്ഷനെ കുറിച്ച് നമുക്കറിയാലോ. പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു മതപരമായ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ വർഷം ബൈബിളെ കലക്കി കുടിച്ച ആളെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരാളാണ്. വലിയൊരു എനിക്കൊക്കെ എല്ലാം അറിയാം എന്നൊരു ഭാവത്തിലുള്ള ആളാണ്. അപ്പോൾ ആള് എന്ത് ചെയ്തേ? യേശുവിനെ വിളിച്ചു. എനിക്ക് മനസ്സിലായി എന്നാ അറിയുമോ? ഒരു വലിയൊരു ആള് ഇത് ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഫേമസ് ആയി വരുമ്പോൾ അവർ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഫുഡൊക്കെ എങ്ങനെ ഓക്കെ ആയിരുന്നല്ലോ അല്ലേ, എല്ലാവരും കഴിച്ചല്ലോ, ഹാപ്പി അല്ലേ നിങ്ങള് എന്നൊരു പ്രതീതിയിലാണ് ആര് വിളിച്ചിരിക്കുന്നത്? പരീക്ഷ വിളിച്ചിരിക്കുന്നത്. അത് താഴോട്ട് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി താഴോട്ട് വായിച്ചേ നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്ത്രീ അവൻ പരീക്ഷന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് അറിഞ്ഞ് പരിമളത്തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പൊ നോക്കിയേ, യേശു ക്രിസ്തു ആരെ വീട്ടിൽ പോയിരിക്കാന്ന്? പരീക്ഷ വീട്ടിൽ പോയിരിക്കാം. ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അവരിയ്ക്കുന്ന പറഞ്ഞ ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് ഇങ്ങനെ കാല് പുറത്തേക്ക് വെച്ച് ഇങ്ങനെ അങ്ങനെ ഒരു ശൈലി അവർക്കുണ്ട്. ആ രീതിയിലായിരിക്കും അവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് അതിന് വേണ്ടി സെറ്റ് ചെയ്തൊരു എന്താ പറയുക ഭക്ഷണമേശയായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ആര് കടന്നു വന്നു? ഒരു പാപിനെ ഒരു സ്ത്രീ കടന്നു വന്നു അല്ലേ? വലിയ ആൾക്കാരൊന്നും എന്താ പറയുക, വലിയ സമൂഹത്തിൽ വില കൊടുക്കാത്ത ഒരാൾ കടന്നു വന്നു. അപ്പോൾ ആളെന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട് നിന്നു അല്ലേ? യേശുവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ തനിക്കുണ്ടായ വികാരം എന്താ അറിയോ? കരച്ചിലാ. പ്രൈസലോ അല്ലേ? യേശുവിൻ്റെ അരികിലേക്ക്, യേശുവിൻ്റെ അടുത്ത് വരാൻ തയ്യാറായപ്പോൾ തൻ്റെ ഉള്ളു പൊട്ടി താൻ കരയാനിടയിൽ തീർന്നു. ആ കരച്ചിലിൽ എന്ത് ചെയ്തു? താൻ തൻ്റെ കണ്ണീര് കൊണ്ട് യേശുവിൻ്റെ കാൽപാദം നനച്ച് തൻ്റെ മുടി വെച്ച് തുടച്ച് താൻ എന്ത് ചെയ്തു? പരിമള തൈലം തൻ്റെ കയ്യിലുണ്ട്. ചിലപ്പോൾ ഇത് അവരുപയോഗിക്കുന്ന മറ്റു പല കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ദേഹത്ത് പുരട്ടി മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനൊക്കെ ആയിരിക്കാം. പക്ഷെ താൻ തീരുമാനിച്ചു ഇതിനി അതിനുള്ളതല്ല, യേശുവിൻ്റെ പാദത്തിലേക്ക് വയ്ക്കാനുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ വന്ന് നിൽക്കുമ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ വീട്ടിൽ വിളിച്ച അച്ഛൻ അവിടെയുണ്ട്. അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട്. 39 വാക്യം വായിച്ചാലേ. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തൊടുന്ന സ്ത്രീ ആയിരുന്നു, എങ്ങനെയുള്ളവരെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അപ്പോ ആളുടെ മനസ്സിൽ യേശു ക്രിസ്തുവിനെയും കൂട്ടരെ കുറിച്ച് ഒരു ചിത്രമുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ വന്നോട്ടെ പൊക്കോട്ടെ എന്നുള്ളത്. അങ്ങനെ ഞാൻ പരീക്ഷ അതിനേക്കാളും വലിയ ആളാണ്. അപ്പോൾ പറയാണ് ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ഇവർക്ക് എന്തുണ്ടായിരുന്നേ? ഇത് ആരാ വന്നതെന്ന് മനസ്സിലാക്കിയാലേ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും കൂട്ടുകൂടാൻ അങ്ങനെയൊന്നും ആൾക്കാരെ നമ്മൾ അടുപ്പിക്കാൻ പാടില്ല അല്ലേ? അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുക. അപ്പോൾ ഇനി യേശുവോട് പറഞ്ഞ മറുപടി ഉണ്ട്. നമ്മൾ വായിച്ചു 43 മുതലേ 43 മുതലേ 43 മുതലേ 43.
അധികം വിള കിട്ടിയില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. ആ അവൻ അവനോട്, നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു. വായിച്ചോളൂ. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ആ. ശിമോനോട് പറഞ്ഞത്, ആ. ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു. അപ്പൊ നോക്കിയേ, ശീമോൻ പറയാട്ടാ എന്തുകൊണ്ടാ ശീമോൻ ഈ പരീക്ഷൻ യേശുവിനെ പരിഗണിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന ഭാഗം അത്. തിരിഞ്ഞിട്ട് പരീക്ഷ ചോദിക്കുക, ഞാൻ നിന്റെ വീട്ടിൽ വന്നു അല്ലേ, നീ വിളിച്ചിട്ട് വന്നതാ, വീട്ടിൽ വന്നപ്പോ നീ എന്ത് ചെയ്തില്ല? അത്ര പ്രാധാന്യമാണല്ലോ, വന്ന് കഴിച്ച് പൊക്കോട്ടെ അല്ലേ. അതായത് അവിടുത്തെ മെയിൻ ആൾ അച്ചായനാ. ഇപ്പൊ വരുന്ന ആൾക്ക് അധികം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. നീ എനിക്ക് എന്ത് ചെയ്തില്ല? വെള്ളം തന്നില്ല. നിന്റെ കാല് വായിച്ചോളൂ. നിന്റെ കാലിന് വെള്ളം തന്നില്ല. ആ, ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു. ഇവളോ കണ്ണുനീര് കൊണ്ട് എന്റെ കാൽ തുടച്ചു, കണ്ണനച്ചു. ആ, തലമുടി കൊണ്ട് തുടച്ചു. ആ, നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നതുപോലെ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. കൃഷ്ണ നോക്കി, യേശുവിനെ കൊടുത്ത വിലയാ. യേശുവിനെയും കൂട്ടത്തെയും ആള് കണ്ടത് ഇത്രയേ ഉള്ളൂ. സാധാരണ ഒരു അതിഥി വീട്ടിൽ വന്ന അവരുടെ നിയമപ്രകാരം വെള്ളം കൊടുക്കുമായിരുന്നു. അതുപോലെ ആർക്കും കൊടുത്തില്ല, യേശുവിന് കൊടുത്തില്ല. ഒന്ന് നമ്മുടെ അച്ഛൻ ഷെയ്ക്കല് കൊടുത്ത് കയറ്റും, ഒരു സ്നേഹചുംബനം പോലും തന്നില്ല. എന്നിട്ട് യേശു അവിടെ ചെന്നു. യേശുവിൻ്റെ പാവം, യേശുവിൻ്റെ മനസ്സ് നോക്കി. പക്ഷെ യേശു പറയാം, ആ സമയത്ത് ആരും ഒന്നും, ഈ സ്ത്രീ നീ വിലയില്ലാന്ന് കൽപ്പിച്ച ഈ സ്ത്രീ എന്ത് ചെയ്തു? എൻ്റെ അടുത്ത് വന്നതും നമ്മളന്ന് ഇനി അല്പസമയം കരയാം എന്ന് പറഞ്ഞ് സമയം കൊടുത്തതല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലായപ്പോൾ, ഞാൻ യേശുവിൻ്റെ സാന്നിധ്യത്തിലാണെന്ന് തോന്നിയപ്പോൾ തൻ്റെ ഉള്ളിലെ കുറ്റങ്ങളെ കുറവശങ്ങളെ ഓർമ്മ വന്നു. തനിക്കത് വിട്ടുകൊടുക്കാൻ തയ്യാറായി. ഏറ്റുപറയുന്ന സമയമാണ്, സമയം കളയാൻ വേണ്ടി വന്നതല്ല അല്ലേ. അവിടെ വന്ന നിമിഷം ഒന്ന് മുതൽ കരയാൻ തുടങ്ങി. പ്രൈസലോ, ഹല്ലേലൂയ. ഞാൻ പറയാം, നീ എന്നെ ചുംബിക്കുക എങ്ങനെയാ, നമ്മളെങ്ങനെയാ അറിയുകയും ചെയ്യുമല്ലേ. പക്ഷെ അത് നീ പോലും തന്നില്ല. പക്ഷെ ഈ സ്ത്രീ എന്ത് ചെയ്തു? എന്റെ കാലുമേ ചുംബിച്ചു. അപ്പൊ ആ ആഴത്തിലേക്ക് നമ്മൾ നോക്കിയേ. മാത്രല്ല, നീ എൻ്റെ തലയിൽ തൈലം പൂശണ്ട, ഒരു ബഹുമാനാർത്ഥം അതും ചെയ്തില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? എൻ്റെ കാലിൽ തൈലം പുരട്ടി. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്തുണ്ടായിരിക്കണം? ക്രിസ്തുവിൻ്റെ ഭാവം ആർക്കുണ്ടായിരിക്കണം? നിങ്ങളുണ്ടായിരിക്കണം. ക്രിസ്തു നമ്മൾ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ, യേശു നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, യേശു നമുക്ക് വന്ന നല്ലൊരു മാതൃകയാണ്. അവിടെ കടന്നു ചെന്നു, മടി കൂടാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് നോക്കി, ആ ഭാവം നോക്കി. ഇത് നമ്മളുണ്ടായിരിക്കണം. നമ്മളിങ്ങനെ ഒരു സ്വഭാവത്തിൽ കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല. ഇതൊന്നും ഇനി മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഒരു മോശം സ്ത്രീ, അങ്ങനെ ഒരാൾ, മോശം ക്യാരക്ടർ, ഇപ്പം സ്ത്രീ ആയിക്കോട്ടെ, ഒരു മുഷിഞ്ഞ വസ്ത്രമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് കടന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളോട് മാറിപ്പോകാൻ പറയത്തുള്ളൂ അല്ലേ. ഈ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ യേശുവിനെ നോക്കി, യേശു ക്രിസ്തുവിൻ്റെ പാവം, യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് ഇന്നുണ്ടായിരിക്കണം. നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ എന്ന് സംഭവിക്കുള്ളൂ ആ യഥാർത്ഥമായ. നിങ്ങൾ നോക്കി, യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന് ആ പീഡന നിമിത്തം കുറേ പേര് എന്ത് ചെയ്തു? ചിന്ന ഭിന്നമായി ഓടിപ്പോയി. ഈ സമയത്ത് അന്ത്യോക്യയിൽ ചെന്നപ്പോൾ കുറച്ച് കൂട്ടരെ കണ്ടു, യേശുവിൻ്റെ ശിഷ്യന്മാരെ കണ്ടിട്ട് അവിടുത്തെ നാട്ടുകാർ എന്ത് വിളിച്ചു? ക്രിസ്ത്യാനിയെന്ന് വിളിച്ചു. കാരണം എന്താണെന്നറിയോ? ക്രിസ്തു അവരകത്തുണ്ടായിരുന്നുള്ള. അവർ ബാനർ കെട്ടി ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടൊന്നല്ല. ക്രിസ്തു അവരുടെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ അവരുടെ ഉള്ളിൽ സ്നേഹവും ഐക്യതയും അവരെ ക്ഷമയും അവരൊക്കെ കെയറിങ്ങും മറ്റുള്ളവരെ കാണിക്കുന്ന സഹകരണം കണ്ട് ഇവർ വിളിച്ചെന്താ? ക്രിസ്ത്യാനികളെന്ന്. ആമേൻ. ആ പേര് നമ്മൾ പിടിച്ച് അന്ന് അവർ ചെയ്ത പ്രവർത്തിക്കുള്ള പേരാണ് നമ്മൾ ഇന്ന് പിടിച്ചു തുടങ്ങണേ. ഹല്ലേലൂയ. ഉപ്പിനകത്ത് എന്തുണ്ടായിരിക്കണം? ഉപ്പുണ്ടാകണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മനുഷ്യർ അത് ചവിട്ടുവാനിടയിൽ തരും. ഇനി അതിൻ്റെ താഴെയുള്ള 6-8 വാക്യങ്ങൾ വായിച്ച് ഞാൻ ഇന്ന് വിരമിക്കും. ഫിലിപ്പിയ ലേഖനം 6:8, 2:6. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശരായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിച്ച മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. അപ്പോൾ ഫിലിപ്പിയിലുള്ള ജനത്തോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലുള്ള ദയുള്ളവരാണ്, സാമ്പത്തികമായ സപ്പോർട്ട്, ഭയങ്കര ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താ? ഐക്യത, സ്നേഹം, ഏകത്വം, ഇതൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരായി തീരണം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി മാറണം. അതിൻ്റെ പൗലോസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഉണ്ടാ, അവൻ ദൈവരൂപത്തിലേക്ക്
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ ദാസരൂപം എടുത്തു. അല്ലേ? നോക്കിയേ, ആ ദാസരൂപത്തിൽ കാണുന്ന കാര്യമുണ്ട്. തൻ്റെ താഴ്മയും അഗാധമായ വിനയും കാണാൻ കഴിയും യേശുക്രിസ്തുവിന്റെ. എവിടത്തെ ആളാന്ന് പറയൂ? എവിടുന്ന് എവിടേക്കാ വന്നേ? മനുഷ്യനായി കടന്നു വന്ന്, ഒരു മനുഷ്യനായി കടന്നു വന്ന് മാത്രമല്ല, ഒരു ദാസനായി, അല്ലേ? മറ്റുള്ളവരെ കാലുകൾ കഴിയത്തക്ക വിധത്തില്ലേ. ഞാൻ വലിയ ആളാന്ന്, ഗുരുവാന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റുപാട് നിൽക്കണമെന്ന് പറഞ്ഞില്ല. ഇത്രയും ഉന്നതിയിൽ നിന്ന് ഏറ്റവും താഴെ കടന്നു വന്ന ദൈവത്തിന്റെ ഭാവം. ഇതുള്ളവരായി തീരണം. ആരെ? ക്രിസ്ത്യാനികളായി തീരണം എന്നാ പൗലോസ് പറയുന്നത്. ദാസരൂപം, അതാ താഴ്മ, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ എന്നെക്കാളും ശ്രേഷ്ഠനായി എണ്ണാന്ന് പറഞ്ഞാൽ ഇതില്ലാതെ നമുക്ക് വർത്തമാനം പറയാമെന്ന് പറഞ്ഞുള്ളൂ. പ്രാവർത്തികമാക്കണമെങ്കിൽ ഇതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കണം. ഇതിന് ഉയരത്തിന് ആരും ഇല്ലല്ലേ നമ്മള്. അപ്പൊ ഇത്രയും ഉന്നതിയുള്ള ദൈവം എന്ത് ചെയ്തു? ദാസനായി തീർന്നു. നമ്മളൊരു ദാസനായി തീരാൻ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് താല്പര്യമില്ല, അല്ലേ? ആ ദാസനായി തീർന്ന ആ ദൈവത്തിന്റെ സ്നേഹം വിനയം എല്ലാം കാണും. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ഭാവം. എന്തുണ്ടായിരിക്കണം? നിങ്ങളുണ്ടായിരിക്കണം. ഇനി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രൂശിലെ മരണത്തോളം. ക്രൂശിലെ മരണം നമ്മൾ നോക്കുവാണെങ്കിൽ ക്രൂശാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. എനിക്കൊരു കാലത്ത് ഈ ക്രൂശ് കണ്ട പേടിയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ക്രൂശ് കാണുന്നതെന്ന് പറഞ്ഞാൽ ശവക്കോട്ടയിലൊക്കെയാണ്. അപ്പോൾ ഒന്ന് രാത്രി സമയത്ത് വണ്ടി ഓടിച്ചാൽ അതോടെ പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ വണ്ടിയിലെ ആക്സിഡന്റ് കൂട്ടും, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലൊക്കെ വേണം. ഇപ്പോഴും ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ വിരോധം അടിക്കാന്നുള്ളൂ. പക്ഷേ അതായിരുന്നു നമ്മുടെ ഉള്ളിൽ ചെറുപ്പം മുതൽ കിട്ടിയൊരു പിക്ചർ. പക്ഷെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ക്രൂശിലാണ് എന്ത് ചെയ്തേ? ശത്രുവിന്റെ ആയുധങ്ങൾ വെപ്പിച്ചത്. നമുക്ക് വിജയം തരാൻ കാരണം എന്താ? ആ ക്രൂശാണ്. പലരും ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? പല ആൾക്കാർക്കും. പക്ഷെ നോക്കിയേ, യേശു ക്രിസ്തു മരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയേ? ഈ രക്ഷ ലഭിക്കുവാനായി തീർന്നേ. അവന് ക്രൂശിൽ യാഗമായി തീർന്നുകൊണ്ട് മാത്രമാ. അപ്പോൾ ആ ക്രിസ്തുവിന്റെ ഭാവം നോക്കിയേ, നമുക്ക് വേണ്ടി അല്ലേ? നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ ത്യാഗം കഴിച്ചു. അതിനെക്കുറിച്ചുള്ള യാത്രയൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, അല്ലേ? യേശുവിനെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോ, നിന്ദിച്ചപ്പോ, യേശുവിനെ പരിഹസിച്ചപ്പോ, യേശുവിനെ അടിച്ചപ്പോ, അവന്റെ മുഖത്ത് രോമങ്ങളെല്ലാം പറിച്ചപ്പോ, പ്രൈസലോ, അവന്റെ പുറങ്ങളെല്ലാം അവിടെ പറഞ്ഞ വാചകം ഇങ്ങനെയാ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, അല്ലേ? അവൻ യേശു മുന്നിലുണ്ടായിരുന്ന ആള് തന്നെയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് യേശുവിനോട് മാറ്റി പറഞ്ഞത്. യേശുവോടെ മാറും. എന്തിനു വേണ്ടി അത് മാറിയത്? പറയാ, ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? അനുസരണമുള്ളവനായി തീർന്നു. നമ്മെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാ നമുക്ക് വേണ്ടി ത്യാഗം. അപ്പോൾ ഇവിടെ പറയാ, അപ്പോസ്തലനായ പൗലോസ് പറയാ, അപ്പോൾ ഫിലിപ്പിയ സഭയോട് പറയാ, നിങ്ങൾ എന്താ ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്ത്യാനിറ്റി, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വരണം. നിങ്ങളുടെ ഉള്ളിനകത്ത് ക്രിസ്തു വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അത് യഥാർത്ഥ അനുഭവത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 15:13 ഇങ്ങനെ പറയാം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ലല്ലോ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഭാവം കണ്ടോ? യേശു ക്രിസ്തുവിന്റെ മനസ്സ് കണ്ടോ? നമ്മളിത് എവിടെ ആയിത്തീർന്നാലും, നമ്മൾ എവിടെ പോയാലും എന്തുണ്ടായിരിക്കണം? ഈ ഭാവം, ഈ മനസ്സുള്ളവരായി നമ്മൾ മാറണം. നമ്മൾ പുറത്തൊരു സമൂഹത്തിലായിരിക്കാം, വീട്ടിലായിരിക്കാം, എവിടെ ആയിക്കോട്ടെ, നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മുടെ ഉള്ളിൽ ആരുണ്ടോ. നമ്മളെ എവിടെ പോയി എന്നുള്ളതല്ല, നമുക്ക് എന്തൊക്കെ ചെയ്തു, നമ്മൾ എവിടെ പോയാലും കാര്യമില്ല. എന്തില്ലെങ്കിൽ ഈ ഭാവം ഇല്ലെങ്കിൽ നമ്മൾ എത്ര പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തുണ്ടായിരിക്കണം? അകത്ത് ക്രിസ്തു വരുവാനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് സൈഡിൽ വന്നിട്ട് കാര്യമില്ല, കുടുംബത്തിൽ വന്നിട്ട് കാര്യമില്ല. എന്ത് വേണം? നമ്മുടെ ഉള്ളിനകത്ത് ക്രിസ്തു വരുവാനായിരിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിനകത്ത് ക്രിസ്തു വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഐക്യം, നേരത്തെ പറഞ്ഞ പോലെ പൗലോസ് ആ സഭയുള്ള ആൾക്കാരോട് പറയാൻ ശ്രമിച്ച കാര്യമുണ്ട്. എന്താ? നിങ്ങൾ ഐക്യമുള്ളവരായി തീരുമാനം, ഒന്നായി തീരും, നിങ്ങളുടെ ഏകഭാവമുള്ളവരായി തീരും. ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ അനുഭവം നമ്മൾ കടന്നു വന്നാൽ അനേകര് നമ്മളെ കാണും, അനേകർക്ക് പ്രചോദനമായി തീരും. നേരത്തെ പറഞ്ഞ ഉപ്പിനകത്ത് ഉപ്പില്ലാത്തവരായി തീരാതെ, ക്രിസ്ത്യാനിക്ക് ക്രിസ്തു ഇല്ലാതായി തീരാതെ,
നമ്മുടെ ഉള്ളിൽ നമ്മളൊന്ന് ഉറപ്പുവരുത്തുക, നമ്മെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് പരിശോധിക്കുക, ശോധന ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ആ യഥാർത്ഥമായ ക്രിസ്ത്യാനിറ്റി, ആ ഒരു ക്രിസ്തു നമ്മളിൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പുരോഗതി ദൈവത്തിന് ആഗ്രഹിക്കട്ടെ.